ചില കുടുംബങ്ങളിലൊക്കെ എപ്പോഴും കലഹമാണ്. അത് എന്നാന്നറിയോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ലാത്തതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. ഇപ്പം വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. ഉദാഹരണത്തിന്, ഞാൻ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാര്യയോട് പറയുകയോ ദേഷ്യപ്പെടുകയോ വല്ലതും ചെയ്താൽ പുള്ളിക്കാരത്തി പതുക്കെ അവിടെ നിന്ന് എണീറ്റങ്ങ് പോയേക്കും. അപ്പം അത് അവിടെ ഇല്ലാണ്ടാവുകയുള്ളൂ. വേണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തിക്കോളും. അതേപോലെ ഏതെങ്കിലും ഒരു സമയത്ത് പുള്ളിക്കാരത്തി ചിലപ്പോൾ എന്തെങ്കിലും പരിഭവങ്ങളോ പരാതികളോ ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എണീറ്റ് ഞാനങ്ങ് പോയേക്കും. അപ്പോൾ അത് കുറച്ച് ഒന്ന് രണ്ട് വാക്കുകളിലൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കും. ഒരമണിക്കൂർ കഴിഞ്ഞാൽ ഈ പരിഭവങ്ങളുമില്ല, പരാതികളുമില്ല, സ്നേഹബന്ധത്തിന് നല്ല കെട്ടുറപ്പും ഉണ്ടാവും. പല കുടുംബങ്ങളിലും നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഞാൻ ഇന്നാളൊരു വീട്ടിൽ പോയതാ, യാദൃശ്യമായിട്ട് ഒരു വീട്ടിൽ ചില ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടുത്തെ ആ വീട്ടമ്മ എന്നോട് കുറേ സങ്കടമൊക്കെ പറഞ്ഞു. ചേട്ടൻ ചാടിത്തുള്ളി ഇറങ്ങി കടയിലോട്ട് പോയി. അപ്പം എന്നോട് കുറേ സങ്കടമൊക്കെ പറഞ്ഞു. എന്നാ പറഞ്ഞിട്ടും കാര്യമില്ല, ഇങ്ങനെയുണ്ടോ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിയുടെ സങ്കടങ്ങളുടെ കെട്ടുകൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കെട്ടുകളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞേ, അതെ ചേച്ചി, ഇനി പുള്ളി എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്തേ, ഒന്ന് എണീറ്റ് പോയി നോക്കി, അത് മൈൻഡ് ചെയ്യണ്ട. കുറച്ച് ബുദ്ധിമുട്ടാ ചിലർക്ക്, പ്രതികരിക്കാതിരിക്കാൻ പറ്റിയല്ല, അല്ലേ, മറുപടി പറഞ്ഞു പോകും. അങ്ങനെ ഒന്ന് എണീറ്റ് പോയി നോക്കി, അത് തന്നെ നിർത്തിക്കോളും. അവിടെ ഒരു കലകം ഉണ്ടാവുകയില്ല. രണ്ട് കൈ കൂട്ടിയടിച്ചാലേ ഒച്ച കേൾക്കുള്ളൂ എന്ന് പണ്ടുള്ള നമ്മളെ കാരണവന്മാർ പറയാറില്ലേ. രണ്ട് കൈ കൂട്ടിയടിച്ചാൽ ഒച്ച കേൾക്കുന്നതെങ്കിൽ കൂട്ടിയടിക്കാൻ വേറെ ഒരു കൈ ഇല്ലെങ്കിലോ, അപ്പോൾ ഒച്ച കേൾക്കുകയല്ലോ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയോ കേട്ടോ, നല്ലൊരു ടിപ്പാ. പിന്നെ പലപ്പോഴും വിശ്വാസം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ചില കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്നത്, നമ്മളിങ്ങനെ കാട് കയറി അങ്ങ് ചിന്തിക്കും, അത് എവിടെയാ പോയതല്ലേ, അത് ആരാ വിളിച്ചത്, അത് എന്നതാ ചെയ്തത്. അതിപ്പം ആണുങ്ങളാണേലും ശരി പെണ്ണുങ്ങളാണേലും ശരി, അങ്ങ് കാട് കയറി അങ്ങ് ചിന്തിക്കും. നമ്മൾ എന്തൊക്കെയോ അങ്ങ് ആലോചിച്ച് കൂട്ടി അങ്ങ് വീർപ്പിച്ചെടുക്കും. വീർപ്പിച്ചെടുത്ത സാധനം ഇങ്ങനെ നടുക്ക് നിൽക്കുമ്പോൾ ഈ നമ്മുടെ ജീവിത പങ്കാളിയോട് നമുക്ക് വർത്താനം പറയാനോ സ്നേഹത്തോടെ ഇടപെടാനോ സാധിക്കുമോ? ഇല്ല. അതെന്നോടത് ചെയ്തില്ലേ, എങ്ങനെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റും? ഈ എഴുതാപ്പുറം വായിക്കാതെ ഇരിക്കുക, നമ്മൾ കാട് കയറി ചിന്തിക്കാതെ ഇരിക്കുക. നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിതത്തിൽ നമുക്കൊരു വിശ്വാസമൊക്കെ ഇല്ലേ? ഈ രണ്ട് കാര്യം ഒന്ന് ഉപേക്ഷിച്ച് നോക്കി, നമ്മുടെ ജീവിതം എത്ര സുഖകരമായിരിക്കും.